ഈ October 7 സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ 2 വർഷം ഫ്രം 2023 November 7 to this November 7 കഴിഞ്ഞ് ഇപ്പോ സപ്പോസ് October 7 സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇസ്രയേൽ യഥാർത്ഥത്തിൽ അപ്പുറവും ഇപ്പുറവും വലിയ 2 ടൈം ബോംബിന്റെ നടുവിലിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇസ്രയേലിനെ നമുക്ക് പരിഗണിക്കാം. നമുക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ അതാണ് യാഥാർത്ഥ്യം. ഹിസ്ബുള്ള ഇൻ ഫുൾ സ്ട്രെങ്ത്, അവരുടെ കഴിവുകളൊന്നും വിനിയോഗിക്കാതെ, അവരുടെ ശേഷിയൊന്നും വിനിയോഗിക്കാതെ, അവരുടെ ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു ഹിസ്ബുള്ള, അവരെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇറാൻ, ആയുധങ്ങൾ എത്തിക്കാനായിട്ട് സിറിയൻ റൂട്ട്, പക്കമേളമായിട്ട് ഇറാഖി മിലീഷ്യ, ഇപ്പുറത്തെ സൗദി അടിച്ച് പിന്തിരിപ്പിച്ച് ഓടിപ്പിച്ച ഹൂത്തീസ്, പിന്നെ ഫുൾ സെറ്റപ്പും 600 കിലോമീറ്റർ ടണലുമായിട്ട് ഹമാസ്. 2 കൂട്ടർ, ഹമാസിന്റെ കയ്യിൽ 10,000 റോക്കറ്റ്സ്, ഹിസ്ബുള്ളയുടെ ഇടയിൽ ലക്ഷക്കണക്കിന് റോക്കറ്റ്സും ക്രൂസ് മിസൈലും. സത്യത്തിൽ ഇസ്രയേൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇസ്രയേൽ സർപ്പയജ്ഞം നടത്തുകയായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇപ്പൊ ഹമാസ് എന്താണെന്ന് മനസ്സിലായി, അവന്റെ ടണൽ എന്താന്ന് മനസ്സിലായി, അവൻ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി, ഹിസ്ബുള്ള എന്താന്ന് മനസ്സിലായി, അവന്റെ ടണല്, അവന്റെ ആയുധങ്ങള്, ആയുധം വരുന്ന വഴി, സിറിയ, ഇതിന്റെ എല്ലാ ഹെഡ്ക്വാർട്ടേഴ്സ്, ഇറാൻ, പിന്നെ ഹൂത്തീസ്. സത്യം പറയാൻ ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള അനിവാര്യമായ ഒരു യുദ്ധമായിരുന്നു. ഇതല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. ഇസ്രയേൽ എന്താണ് പറയുക, ഈ ഒരു വലിയൊരു ഗ്രഹണത്തിൽ നിന്ന് പുറത്തു വന്ന് വിജയകരമായി 7 ഫ്രണ്ട് വാർ നടത്തി. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ഇസ്രയേലിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു ഇസ്രയേൽ. അതിൽ നിന്ന് ഒരു സംഭവം ഉണ്ട്. ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും പറയുന്ന October 7 ഒരു ഭയങ്കര സംഭവം. ശരിയാണ്, ഇസ്രയേലിന് ഭയങ്കര നാശനഷ്ടം ഉണ്ടാക്കിയ ഇസ്രയേലിന്റെ നാഷണൽ പൊളിറ്റിയെ സംബന്ധിച്ച് ഇസ്രയേൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയ ഒരു വൻ പരാജയം തന്നെയാണത്. അത് അവരെ നിസ്സാരവൽക്കരിച്ചത് കൊണ്ടും ഈ സേഫ്റ്റി ത്രെഡ്സ് ഒന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷെ അതങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഒരു വ്രണം പൊട്ടി എല്ലാം പോയി കരിഞ്ഞ ഒരു അവസ്ഥയിലല്ലേ. ഗുഡ് റിഡൻസ് എന്നാണ് ഞാൻ പറയാ. അത് സംഭവിച്ച നന്നായി എന്നല്ല, ഇതിലങ്ങ് ഒതുങ്ങി. അല്ലെന്നുണ്ടെങ്കിൽ ഒരേ സമയം ഇതിനകത്ത് തന്നെ പ്രശ്നമുണ്ട്. ഒരേ സമയം അപ്പുറം ഇപ്പുറം അടിച്ചിരുന്നെങ്കിൽ ഹിസ്ബുള്ളയെ ഇച്ചിരി പതറി. October 7 ഹമാസ് കയറിയപ്പോൾ October 8 ഹിസ്ബുള്ള വന്നു. പക്ഷെ ഹിസ്ബുള്ള ഈ റോക്കറ്റ് വിടൽ മാത്രമായിരുന്നു. അതിനപ്പുറം പോകാൻ അവർക്കുള്ള ഒരു ആംബിയർ അവർക്കുണ്ടായില്ല. ഹിസ്ബുള്ള എന്തൊരു ശല്യമായിരുന്നു അറിയോ. ആദ്യത്തെ 2-3 മാസം ഇങ്ങനെ വിട്ട് ശല്യം, അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഐഡിയപ്പോൾ അവിടുന്ന് അങ്ങോട്ട്, അവിടെ നിന്നുള്ള ആളുകളെല്ലാം ഒഴിപ്പിക്കൽ. ഹിസ്ബുള്ള അടിച്ച അടിയാണ് ശരിക്കും. ഹമാസിനെ ഇങ്ങനെ പറ്റും. കാര്യം ഹമാസ് ഈ ഹ്യൂമൻ ഷീൽഡ്, ഹിസ്ബുള്ള അത്രയും ഹ്യൂമൻ ഷീൽഡ് ഉപയോഗിക്കുന്നില്ല. ഹിസ്ബുള്ളയെ പെട്ടെന്ന് ഒതുക്കാൻ കാര്യം ഹ്യൂമൻ ഷീൽഡ് അത്ര ഈ ഹമാസ് പോലെ ബോറും നികൃഷ്ടമായ രീതിയിൽ ഹിസ്ബുള്ള ഉപയോഗിക്കുന്നില്ല. ഹിസ്ബുള്ള എന്ന് പഠിച്ചതാണ് ഹമാസ് അല്ല. പക്ഷെ എന്നിരുന്നാലും സെയിം തട്ടിക്കൊണ്ടുപോകലും പോലീസുകാരും എല്ലാം ഇതൊക്കെ തന്നെ.